ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ മസാല നിറച്ച മുളക് ബജി ഉണ്ടാക്കാം. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ വലിയ നീളമുള്ള ഒട്ടും എരിയില്ലാത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളക് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇതുപോലെ ഈ ഭാഗം തൊട്ട് ഇവിടം വരെ ഇതൊന്ന് ഇങ്ങനെ കീറിയെടുക്കണം. ഞാനിതെല്ലാം അതുപോലെ കീറിയെടുക്കാം. ഇപ്പം ആ മുളകും എല്ലാം ഞാൻ ഉണ്ടോ ഇതുപോലെ കീറിയെടുത്ത് നമ്മളിത് കീറിയെടുക്കുമ്പോൾ ഇതിനകത്ത് അരിയൊന്നും ഇല്ലാത്ത മുളക് നോക്കി വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. ഈ പച്ചമുളക് മുഴുവനും ഞാൻ അതുപോലെ പിളർത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഈ പച്ചമുളക് മുഴുവനും നമ്മൾ പിളർത്തിയെടുക്കണം. ഇനി നമുക്ക് അതിനകത്ത് നിറയ്ക്കാനുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. പുഴുങ്ങിയ പൊട്ടറ്റോ, കപ്പലണ്ടി പൊടിച്ചത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, തേങ്ങയുടെ പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചാട്ട് മസാല. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിന് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഈ ബോളിലേക്ക് ഇടാം. പുഴുങ്ങിയ പൊട്ടറ്റോ ഉടച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ തേങ്ങയുടെ പൗഡർ, പിന്നെ 2 സ്പൂൺ കപ്പലണ്ടി പൊടി. കപ്പലണ്ടി വറുത്ത് പൊടിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ ചാട്ട് മസാല. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് നമ്മൾ പിളർത്തി വെച്ചിരുന്ന പച്ചമുളക് എടുത്ത് നമ്മൾ ഈ ഉണ്ടാക്കിയ മസാല നല്ലതുപോലെ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇതുപോലെ കുറച്ച് എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് ഇതുപോലെ നിറച്ചെടുക്കണം. ഇതുപോലെ നിറച്ചെടുക്കണം. അതുപോലെ ഓരോന്നും നമ്മൾ പിളർത്തി വെച്ചിരുന്ന ഓരോ പച്ചമുളകും എടുത്ത് നമ്മളതിലേക്ക് ഇതുപോലെ നിറയ്ക്കണം. ഇതുപോലെ നമ്മൾ ആ പച്ചമുളകും എല്ലാം ഇതുപോലെ നിറച്ചെടുക്കണം. നമുക്ക് ഇതിനുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ ആ 1 കപ്പ് കടലമാവ് എടുത്തത് ഒരു ബോളിലേക്കിട്ട് സ്വല്പം ഉപ്പ് അതിന് കൂടെ ഇട്ട് ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടണം. അതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. സ്വല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് കട്ടിക്കൊന്ന് കലക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബജിയ ഉണ്ടാക്കാം. ഞാനൊരു അടുപ്പയിലൊരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ മുളക് നമ്മൾ നിറച്ച് വെച്ചിരുന്ന ആ മുളക് ഓരോന്നായിട്ട് ഈ ബാറ്ററിലിട്ട് മുക്കി നല്ലതുപോലെ അത് ബാറ്ററിലിട്ട് നമുക്ക് മുക്കി തിരിച്ച് മറിച്ച് ഇട്ട് മുക്കി അത് നമുക്ക് ആ തിളച്ച എണ്ണയിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. മുക്കി ഇത് ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ എരിയില്ലാത്ത മുളകാണിത്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നല്ല എരിയൊക്കെ ഉള്ളതാണെന്ന് വിചാരിക്കും. ശകലം പോലും എരിയില്ല. ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബജിയാണ്. നമ്മളിതിനകത്ത്
പൊട്ടറ്റോയും കപ്പലണ്ടി പൊടിച്ചതും മറ്റേ തേങ്ങയുടെ പൗഡറും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാം അതിനകത്ത് വെച്ചിരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റും ഉള്ളതാണ്. നമുക്ക് ഇത് സോസിൻ്റെ കൂടെ കഴിക്കാം, നല്ലതാണ്. പിന്നെ ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ രുചികരമായ മസാല നിറച്ച മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വളരെ ടേസ്റ്റുള്ളതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചായയുടെ 4 മണിക്ക് കഴിക്കാനൊക്കെ നല്ലതാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.